അതൊന്നുമില്ല. സതീശൻ പുതുയുഗ യാത്രയിൽ ശക്തമായി പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ബോഡി ലാംഗ്വേജ് ഒക്കെ എടുത്ത് ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ കൈ കാണിച്ച് തടയുന്ന സതീശൻ ആ പറയുന്നത് പറഞ്ഞു തീർത്തിട്ട് സ്ത്രീയോട് പറയൂ, വേഗം പറയൂ എന്ന്. നിങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള അടി ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് സതീശൻ ഒറ്റയടിക്ക് ആ വിഷയത്തെ മാറ്റി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. കൊഞ്ഞനം കുത്തി ആളുകളുടെ മുമ്പിൽ നടക്കുന്ന സാക്ഷാൽ VD സതീശനും പുതുയുഗ യാത്രയിൽ അണിനിരക്കുന്ന കോൺഗ്രസ് നേതൃകൂട്ടവും ഒക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ, ജനങ്ങൾ അവർക്കെതിരെ കാണിക്കുന്ന പ്രശ്നങ്ങളെ മുഴുവനും ശക്തമായ PR വർക്ക് കൊണ്ട് അടിച്ചമർത്തി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, വലത് ഹാൻഡിലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന PR വർക്ക് എത്രമേൽ വലുതാണ്. ഒരു നുണ ഒരു നേതാവ് സൃഷ്ടിച്ചെടുക്കുന്നു, കാലഘട്ടത്തെ മുഴുവൻ മാറ്റിമറിച്ച്, ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച് ഒരു വലിയ നുണ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആ നുണയുടെ കീഴിൽ കതർധാരികളായ കോൺഗ്രസ് കൂട്ടങ്ങൾ വന്നിട്ട് ശക്തമായി പറഞ്ഞതിന് മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അറിയാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ നുണയാണ് ചരിത്രം, ചരിത്രത്തെ വളച്ചൊടിച്ചത് പണ്ടുള്ളവരാണ്, ഇന്ന് ഞങ്ങൾ പറയുന്നതാണ് സത്യാവസ്ഥ എന്ന് തോന്നുന്ന രീതിയിലേക്ക് സതീശനും കൂട്ടരും മുന്നോട്ട് പോകുന്നതിന്റെ ഉത്തമോദാഹരണമാണ്. പക്ഷെ ഇന്നത്തെ നാട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുള്ള നാടാണ്. എവിടെയും ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്ന നാടാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടി വന്നപ്പോ വലിയ രീതിയിൽ ആളുകൾ രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ കണ്ടന്റുകളും ഒരുപാട് വലിയ രീതിയിൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നു വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സതീശനെതിരെ വരുന്ന ഓരോ ജനശബ്ദവും കൃത്യമായി ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് വിടുന്നതിൽ മുഖ്യധാര സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്ക് ഒരു പരിധി വരെ സാധിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഒരു സ്ത്രീ ശക്തമായി എണീറ്റു നിന്നിട്ട് സതീശന്റെ പുതുയുഗ യാത്രയിലെ കോൺഗ്രസ് കൂട്ടങ്ങളെ നോക്കിയിട്ട് പറയാ, നിങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള അടി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ നാടിനെ നാളെ ഭരണം കിട്ടിയാൽ നന്നാക്കുക എന്ന്, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് അതിനെ അടിച്ചമർത്തി സതീശൻ ഒന്നും സംഭവിക്കാത്തതുപോലെ പോവാണ്. ആ ഒരു സെക്കൻഡ് ആ കണ്ടന്റ് ക്യാപ്ചർ ചെയ്യാൻ ഒരാൾക്ക്, ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് അല്ലെങ്കിൽ അതിന് പകർത്തിയ ആൾക്ക് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും നടക്കാത്ത രീതിയിലാണ് ആ ഒരു സെക്കൻഡ് കൊണ്ട് സതീശൻ അതിനെ അടിച്ചമർത്തുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ശക്തമായ ജനരോഷമാണ് ശക്തമായി പൊളിഞ്ഞുപോയ പുതുയുഗ യാത്രയിൽ ഉടനീളം കാണാൻ കഴിയുന്നതും ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പൊ 100-ലധികം സീറ്റുമായി നമ്മൾ വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു UDF MLA ഉണ്ടായിരിക്കണം. അതൊന്നുമില്ല.